യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് അല്പം ചിന്തിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ 15 നോമ്പിൻ്റെ ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 15 പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. മാതാവ് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. അത് വലിയൊരു വിശ്വാസ സത്യമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപണം ചെയ്യപ്പെട്ടു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് സഭ പഠിപ്പിക്കുന്ന വലിയ ഒരു വിശ്വാസ സത്യമാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഉണ്ട്. വെളിപാട് പുസ്തകം 12:1 സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സ്വർഗത്തിൽ കാണപ്പെട്ട ആ വലിയ അടയാളമെന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം എന്ന വ്യക്തിയാണ്. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച സ്ത്രീ പരിശുദ്ധ കന്യകാമറിയം. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. 12 ഗോത്രങ്ങൾ, 12 അപ്പസ്തോലന്മാരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപണം ചെയ്യപ്പെട്ടു. പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിരന്തരമായിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഒരു സ്നേഹം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്, വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു ഹൈന്ദവനായ സഹോദരൻ, അദ്ദേഹത്തിന് യേശുവിലെ വിശ്വാസമുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരാൾ അദ്ദേഹത്തോട് വളരെ കാര്യമായിട്ട് പങ്കുവെച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ മഹത്വം വെളിപ്പെടുന്ന ധാരാളം ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ സഹോദരൻ പോയി. അവിടെ പോയി തീഷ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് 3 സെന്റ് സ്ഥലമുണ്ട്, പക്ഷെ ഒരു വീട് പണിയാൻ ഒരു മാർഗമില്ല. ജീവിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് അതിൻ്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, മക്കള്, അവർ ജീവിതഭാരം, സാമ്പത്തിക കടബാധ്യതകൾ, എല്ലാ മേഖലകളിലും വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. ആ മകൻ പറയുന്നു, ഞാൻ പരിശുദ്ധ അമ്മയോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് കണ്ണുനീരോടെ ഞാൻ അപേക്ഷിച്ചു, അമ്മേ എനിക്കൊരു വീട് ഉണ്ടാവണം. വാടകയ്ക്ക് താമസിക്കുന്നത്, 3 സെന്റ് സ്ഥലമുണ്ട്, ഒരു വീടുണ്ടാവണം, മക്കൾക്ക് ജോലി ഉണ്ടാവണം, സാമ്പത്തിക കടബാധ്യത മാറണം. അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാവുകയാണ്. ആ മകൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരുണയുടെ പ്രവാഹമുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയുടെ പ്രാർത്ഥന, ഈ മകൻ പറയുക, അമ്മയുടെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു,
അത്ഭുതകരമായിട്ട് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു കൊടുത്തു. മക്കളുടെ ജോലി കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ടു. ആ സഹോദരൻ പറയുന്നു, ഞാനിന്ന് പരിശുദ്ധ മറിയത്തെ ഏറെ സ്നേഹിക്കുന്നു, യേശുവിനെ ഏറെ സ്നേഹിക്കുന്നു. ആ കുടുംബം മുഴുവൻ യേശുവിനെ ആരാധിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് മാറുക. ആ മനുഷ്യൻ്റെ വാക്കുകൾ ഇതാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ് എനിക്കിതെല്ലാം വീടുണ്ടായതും എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുക. ഇത് കേട്ടുകൊണ്ടിരുന്ന എനിക്ക് പോലും കരച്ചിൽ വന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ആര് തേടിയിട്ടുണ്ടോ അവരെ ഒരിക്കലും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല, അമ്മ ഉപേക്ഷിക്കത്തില്ല. അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ, യേശു എന്ന് വിളിക്കപ്പെടും. മാനവരാശിയുടെ രക്ഷകനായ യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് പിറന്നത്. യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മളെ 10 മാസം ഉദരത്തിൽ വഹിച്ച് നൊന്ത് പ്രസവിച്ച, സ്നേഹം തന്ന, നമ്മളെ വളർത്തിയ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവനും രക്തവും തന്ന് നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കണം. യേശുവിനെ നമുക്ക് നൽകിയത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ദൈവ പിതാവിൻ്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ്. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു, അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മഹത്വം ആർക്കും വർണ്ണിക്കാനാവില്ല. അത്രമാത്രം വലിയൊരു സ്ഥാനം ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകിയിട്ടുണ്ട്. ഈ അമ്മയെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ബഹുമാനിക്കണം, അമ്മയുടെ മാധ്യസ്ഥം തേടണം. അമ്മയുടെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്ന കണ്ണുനീർ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം തരും, അമ്മ നമ്മളെ സഹായിക്കും. ഇത് ഉറപ്പാണ്. ആരൊക്കെ നിഷേധിച്ചാലും, ആരും വിശ്വസിച്ചില്ലെങ്കിലും ഇത് സത്യമാണ്. അമ്മയിലൂടെ വലിയ അനുഗ്രഹം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ, ലൂർദില്, ഫാത്തിമയില്, മെജ്ഗോറിയില്, അനേക സ്ഥലങ്ങൾ, ഗരബന്താൾ, ഇവിടെ അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിന് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. ഒരു ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട, ആ രാജ്യത്ത് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ആദ്യമൊഴുകി, പിന്നീട് കണ്ണുകളിലൂടെ രക്തമൊഴുകി. അവിടെ വെച്ച് പരിശുദ്ധ മാതാവ് ഒരു സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, റുവാണ്ടയിൽ വലിയ ഒരു വർഗീയ കലാപമുണ്ടാവും, ഒരു വംശഹത്യ ഉണ്ടാവും. 14 ലക്ഷത്തിലധികം ക്രൈസ്തവർ റുവാണ്ടയിൽ വധിക്കപ്പെട്ടുവെന്നാണ് കണക്ക് പറയുന്നത്. ആ സംഭവം നടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ 1 മാസക്കാലം രക്തം ഒഴുകി എന്നാണ് ചരിത്രം പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം അത് വലിയൊരു അനുഗ്രഹമാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നോ, പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്കായിട്ട് തരുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അത് നമ്മൾ സ്വീകരിക്കണം. ഒന്ന്, നമ്മൾ അടുക്കലടുക്കൽ കുമ്പസാരിക്കണം. സാധിക്കുന്നതോളം വിശ്രുവാനെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ അവിടെയൊക്കെ തരുന്ന സന്ദേശങ്ങൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാ.
നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടുകൂടെ യേശുവിനെ ആരാധിക്കേണ്ടവരാണ്. ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും വേണ്ടി സ്വർഗം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗത്തിൽ പരിശുദ്ധ ദൈവമാതാവിനോടുകൂടി വിശുദ്ധരോടും മാലാഖമാരോട് ചേർന്നുകൊണ്ട് യേശുവിനെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമ്മൾ ആരാധിക്കും. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപണം ചെയ്യപ്പെട്ടു. യേശുവിനെ ഉദരത്തിൽ വഹിച്ച അമ്മയുടെ ആ മഹത്വമേറിയ ശരീരം ഈ മണ്ണിൽ അഴുകിപ്പോയിട്ടില്ല. അമ്മ മഹത്വപൂർണയായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ജീവനോടെ എടുക്കപ്പെട്ടുവെന്നാണ് സഭയുടെ വിശ്വാസം. ആ ശരീരം മഹത്വമേറിയ ശരീരമായിട്ട് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഈ അമ്മയെ ആര് വിളിച്ചാലും, അവിടെ ജാതിയും മതവും ഒന്നും വ്യത്യാസമില്ല. നമുക്കറിയാം, മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയേ, അവിടെ വരുന്ന അനേക വ്യക്തികൾ അക്രൈസ്തവരാണ്. ലൂർദ് മാതാവ്, ലൂർദിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ കരുണയിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരിക്കലും മെഡ്ജുഗോറിയിൽ പോയിട്ട് 7 ദിവസം അവിടെയായിരുന്നു പ്രാർത്ഥിക്കാൻ സാധിച്ചു. ആ മലയിലേക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി കയറി അവിടെ പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നതിൻ്റെ കാലിനുണ്ടായിരുന്ന കഠിനമായ വേദന അപ്രത്യക്ഷമായിരുന്നു. അവിടെ വെച്ച് ശരിക്കും ആ മെഡ്ജുഗോറിയിൽ, ആ മലയിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഒരു ദൈവാനുഭവമായിരുന്നു. ഒരു വലിയ സൂര്യ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ട വലിയ ഒരു ദർശനാനുഭവം ഉണ്ടായി. പരിശുദ്ധ അമ്മ വന്ന സ്ഥലങ്ങളിൽ, പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു, കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഇടപെടൽ ഉണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1-ാമത്തെയും 2-ാമത്തെയും വചനങ്ങൾ, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. അവിടെ വളരെ പ്രത്യേകമായിട്ട് ആ വചനം എഴുതിയിട്ടുണ്ട്. ആ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് ഒരു വചനമാണ്. യേശുവിൻ്റെ അമ്മ ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ യേശുവിൻ്റെ അമ്മ മുന്നമേ ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിനും അമ്മയ്ക്കുമൊക്കെ വേണ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു അത്. യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് വേണം. അമ്മ എല്ലാവരുടെയും അമ്മയാണ്. മാനവരാശിയുടെ മുഴുവൻ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നിൽക്കുന്ന അമ്മയെ ചൂണ്ടി പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. എല്ലാവർക്കും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 40:1, ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു മനുഷ്യ ശിശുവായിട്ട് പിറക്കുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ, സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള ദുഃഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ. ആരാ ഈ സർവരുടെയും മാതാവ്? അത് പരിശുദ്ധ കന്യകാമറിയമാണ്. എല്ലാവർക്കും അമ്മയായിരിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ യേശു കാൽവരി കുരിശിൽ വെച്ച് ഏൽപ്പിച്ചു തന്നു. ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം എല്ലാവരുടെയും അമ്മയാണ്. അമ്മേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അമ്മയിലൂടെ അനുഗ്രഹം നമ്മിലേക്ക്, കൃപകൾ
നമ്മിലേക്ക് ഒഴുകും. കൃപ നിറഞ്ഞവളെ സുസ്തി. ദൈവദൂതൻ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുക, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുക, കൃപ നിറഞ്ഞവളെ സുസ്തി. കൃപ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ മറിയം, യേശുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ വ്യക്തി, യേശു ആരാണെന്ന് അറിയാവുന്ന ഏക വ്യക്തി പരിശുദ്ധ മറിയം തന്നെയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായ യേശു പിറന്നു. ഈ യേശു ആരാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായിട്ടറിയാം. കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയി. ഇത് പരിശുദ്ധ അമ്മ മനസ്സിലാക്കുക. എന്നിട്ട് പറയുന്നു, ഈശോട് പറയുകയാണ്, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹത്തോടെ പറയുക, അവരുടെ വീഞ്ഞു തീർന്നു പോയി. അവരുടെ വീഞ്ഞു തീർന്നു പോയി. ആ കുടുംബത്തിലെ ഈ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കണം. അവരുടെ വീഞ്ഞു തീർന്നു പോയി. യേശു ചോദിക്കുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ, എൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുവാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തേണ്ട സമയം ഇനിയും ആയിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം യേശു ആരാണെന്ന്. അവൻ ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായിട്ടറിയാം. പരിശുദ്ധ അമ്മയെപ്പോലെ യേശുവിനെ അറിയാവുന്ന മറ്റൊരു വ്യക്തിയുമില്ല. പരിശുദ്ധ അമ്മയ്ക്കറിയാം, എൻ്റെ മകന് അത്ഭുതം ചെയ്യാൻ പറ്റും. എൻ്റെ മകൻ ദൈവമാണ്, അവൻ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ളിൽ ഉറപ്പുള്ള ബോധ്യമുണ്ട്. അതാണ് പറഞ്ഞത്, മകനെ, അവർക്ക് വീഞ്ഞില്ല. യേശു പറയുക, എൻ്റെ സമയമൊന്നും ആയിട്ടില്ല. എൻ്റെ ശുശ്രൂഷാ ജീവിതം, പരസ്യവിധം ആരംഭിക്കാൻ, അത്ഭുതം ചെയ്യാൻ സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആ വാക്ക് അപ്പോൾ തന്നെ ഈശോ ഹൃദയത്തെ ഏറ്റെടുത്തു. അമ്മ അവിടെ നിന്ന് അവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് പരിശുദ്ധ ദൈവമാതാ പറയുക, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ഇന്നും പരിശുദ്ധ ദൈവമാതാവിന് മാനവരാശിയോട് പറയാനുണ്ട്, അവൻ എൻ്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. പരിശുദ്ധ അമ്മ വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്. അവനാണ് രക്തം ചൊരിഞ്ഞ് നിങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ മോചിപ്പിച്ചത്. അവനാണ് സാത്താനെ തകർത്തത്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷത യേശു പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുക, അവൻ്റെ വചനം അനുസരിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായി. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മൾ ഓരോരുത്തരും അതിന് തീരുമാനമെടുക്കണം. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. ആ പരിചാരകരോട് യേശു കൽപ്പിച്ചു, 6 കൽഭരണികൾ അവിടെ ഇരിപ്പുണ്ട്. ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറയ്ക്കുവാൻ യേശു കൽപ്പിക്കുക. ഹല്ലേലൂയ. പരിചാരകര് അപ്പോൾ തന്നെ കൽഭരണി വെള്ളം നിറച്ചു. നമ്മൾ മനസ്സിലാക്കുക, അതിനു മുൻപ് യേശു പരസ്യമായിട്ട് ഒരത്ഭുതം ചെയ്തിട്ടില്ല. ആദ്യത്തെ അത്ഭുതമാണ്, അടയാളമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് ഉണ്ടാക്കിയതെന്ന് ഇവിടെ വചനത്തിലുണ്ട്. ഇവിടെ അവിടെയുള്ള ഈ പരിചാരകർക്കോ മറ്റാർക്കുമോ യേശു ഇത്ര വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ വ്യക്തമായിട്ട് ആഴത്തിൽ അറിയാമായിരുന്നു.
കാൽഭരണിയിൽ അവർ വെള്ളം നിറച്ചു. യേശു പറഞ്ഞു, വിളമ്പിക്കാളാൻ പറയുകയാണ്, ആ വെള്ളം നിറച്ചു, എടുത്ത് വിളമ്പിക്കാളാൻ പറഞ്ഞു. അത്ഭുതം നടക്കുക. വക്കോളം നിറച്ചു, വക്കോളം, കാൽഭരണിയുടെ വക്കോളം നിറച്ചു. ദൈവം നമുക്ക് തരുന്നത് നിറച്ചാ തരുന്നത്. നിറച്ച് അമർത്തി കുലുക്കി അളന്നവൻ തരിക. നിറച്ചു തരും. കൃപ, അനുഗ്രഹങ്ങൾ, നന്മ എല്ലാം അവൻ നിറച്ചു തരും. ഇച്ചിരിയല്ല, നിറച്ചു തരുന്നവനായ യേശു. അവര് കൽഭരണിയിൽ നിന്ന് കോരുന്നത് വീഞ്ഞായിട്ട് മാറുകയാണ്. വെള്ളം വീഞ്ഞായിട്ട് മാറി. യേശു അവസാനം വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റുന്നുണ്ട്. വിശുദ്ധ സ്ഥാപിക്കുമ്പോൾ വീഞ്ഞ് രക്തമായിട്ട് മാറ്റുകയാണ്. ഇവിടെ വെള്ളം വീഞ്ഞായിട്ട് മാറി. ആ വീഞ്ഞു കുടിച്ചവർ പറയുക, ഇത് അത്ഭുതമായിരിക്കുന്നു. സാധാരണ എല്ലാവരും ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരം വീഞ്ഞാ കൊടുക്കുന്നത്. ഇവിടെ ഇതാ മെച്ചപ്പെട്ട വീഞ്ഞ്, ആദ്യം കുടിച്ചതിലും മെച്ചമായ വീഞ്ഞാണല്ലോ ഇത് എന്ന് എല്ലാവരും മേൽത്തരം വീഞ്ഞ് വിളമ്പുന്നു. അവർ പറയുകയാണ്, നീ മേൽത്തരം സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലേ? ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇത് കുടിച്ചവർക്ക് അറിയില്ലായിരുന്നു. അവൾ കൽഭരണി ഫുള്ള് നിറച്ചു, അത് മേൽത്തരം വീഞ്ഞായിട്ട് മാറി. ബെസ്റ്റ്, ഒന്നാം തരം വീഞ്ഞ്. അവൾ യേശു നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും തരുന്നെങ്കിൽ അത് ഒന്നാം തരമായിരിക്കും. നിറച്ചു തരും. അവൻ അമർത്തി കുലുക്കി നിറച്ചളന്നു തരും. ബെസ്റ്റായിരിക്കും. ഏറ്റവും നല്ലത് അവൻ തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും നല്ലത് തരുവാൻ യേശു ഒരുങ്ങി ഇരിക്കുകയാണ്. കാനായിൽ അവൻ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം, ആദ്യത്തെ അടയാളം. യേശു മാനവരാശിയുടെ രക്ഷകന. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അസാധാരണമായ പ്രവൃത്തികളും ചെയ്യും. നിനക്ക് നല്ലത് മാത്രം സമർത്ഥമായിട്ട് തരുവാൻ കർത്താവായ യേശു ക്രിസ്തു കാത്തിരിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധി നിരന്തരം പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ട്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം, അമ്മയെ വാഴ്ത്തിപ്പാടാം. എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അമ്മ വഴി യേശുവിന് മുമ്പിൽ സമർപ്പിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരുണയുടെ ഒരു നിറവ്, അഭിഷേകത്തിന് നിറവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മ കാത്തുകൊള്ളണമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു നന്ദി, യേശുവേ നന്ദി, യേശു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ വിക്കനല്ല, ഞാൻ വിക്കനല്ല, എനിക്ക് വിക്കില്ല, ഞാൻ സൗഖ്യപ്പെട്ടു, യേശുവിനെ തൊട്ടു. ഞാൻ വിക്കനല്ല, ഞാൻ വിക്കനല്ല, മോന്റെ പേരെന്താ? ആന്റണി. 10 വർഷമായിട്ട് ഈ മകന് വിക്കുണ്ടെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുന്നത്. 10 വർഷമായിട്ട് വിക്കുണ്ട്. ഈശോ ഇപ്പോൾ ഇവനെ തൊട്ട് കഴിഞ്ഞിരിക്കുക. ഇനി ഈ വിക്ക് നിനക്കില്ല. ധൈര്യത്തിന്റെ ശക്തിയുടെ ആത്മാവെന്ന് നിറയട്ടെ. പറഞ്ഞേ, ഞാൻ വിക്കനല്ല. ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ വിക്കനല്ല. യേശുവിന് മഹത്വം, നിന്റെ കണ്ണിനെ നിറഞ്ഞു വരുന്ന സന്തോഷം കൊണ്ടാണോ? ദൈവത്തിന്റെ സ്നേഹമാണിത്. നമ്മുടെ ധ്യാനങ്ങളിൽ ഞാനിവന് വേണ്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇവനോടൊക്കെ ഒന്ന് പിടിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം കർത്താവ് വിക്കെടുത്ത് മാറ്റും. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, ഒരിക്കൽ കഞ്ഞിക്കുടി എന്ന സ്ഥലത്തൊരു ബൈബിൾ കൺവെൻഷൻ നടത്തുക. വലിയൊരു ജനാവലിയുണ്ട്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയാണ്, വിക്കുള്ളവരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ. ഞാൻ അനൗൺസ് ചെയ്തു, വിക്കുള്ളവരെ സ്റ്റേജിലേക്ക് വരാൻ. 12 പേരാ
വിക്കുള്ള ഒരു സ്റ്റേജിൽ വന്ന് 12 പിള്ളേരും മുതിർന്നവരുൾപ്പെടെ ഞാൻ എല്ലാവരും ഇങ്ങനെ തൊട്ടിട്ട് പോയി. 12 പേരുടെയും വിക്ക് കർത്താവ് മാറ്റി. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.